ഹലോ, അത്താഴത്തിന് ഞാനേ കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് അത് ഫ്രൈ ചെയ്തേക്കാന്ന് വെച്ചു. ഇതുപോലത്തെ വഴുതനങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ വട്ടത്തിൽ ഈ ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നാരങ്ങ, ചെറുനാരങ്ങ നീരെടുക്കാനാ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ കുരുമുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിത് മിക്സ് ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിച്ചു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വഴുതനങ്ങയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വഴുതനങ്ങ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന സാധനമാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതേ മസാല ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി വഴുതനങ്ങ ഓരോന്നും എടുത്ത് അതിന് പുരട്ടിയെടുക്കാം. കുറച്ച് ഇത് പുരട്ടി അതിലേക്ക് മാറ്റി വയ്ക്കാം. മസാലയെല്ലാം ഞാൻ നന്നായി ഇതേ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ സിമ്മിലിടാം. നമുക്ക് സിമ്മിൽ കിടന്ന് പതിയെ ഫ്രൈ ആയി വരട്ടെ. ഇത് ഒരു വശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. കണ്ടോ, നമ്മൾ ശരിക്കും ഇത് മീനിൻ്റെ വറുത്ത് വെച്ചേക്കുന്ന പോലെ ഇല്ലേന്ന് നോക്കി. അത് ചെറു തീയിലിട്ട് കൊടുത്താലേ ഇങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ തന്നെ ചെയ്യണം. നമുക്കിതിൽ വേണമെങ്കിൽ മസാലയൊക്കെ ചേർക്കാം. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അത്താഴത്തിന് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.